ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേത് നമ്മൾ ലിപ് ബാമാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് വെച്ചിട്ട് ഞാനിവിടെ 3 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ബീട്രൂട്ട് തന്നെ മതിയാവും കേട്ടോ. എന്നിട്ട് അത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം. നമുക്കിതിന് ജ്യൂസ് മാത്രമാണ് കേട്ടോ ആവശ്യമുള്ളത്. നമ്മൾ വെറുതെ എന്തിനാ ചുണ്ടിൽ കെമിക്കലൊക്കെ വാരി തേക്കുന്നത്. നമുക്കിത് രാത്രിയിൽ കിടക്കുന്ന സമയത്തും ഇനി പുറത്ത് പോകുമ്പം ഒക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അതിനുശേഷം ആ ജ്യൂസ് ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കും. നേരെ പകുതിയാകുന്നവരെ കുറുക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് കുറുകിപ്പോകൊന്നും വേണ്ട, പെട്ടെന്ന് അത് കട്ടിയായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പം എൻ്റെ വലിയൊരു പാനായി പോയിന് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് കാണുന്ന പോലും ഞാൻ ചെറിയ നമ്മളപ്പച്ചട്ടി ഉണ്ട്, അതിനകത്ത് കുറേ നോക്കിയിട്ട് എവിടെയും കണ്ടിട്ട് കാണുന്നില്ല നോക്കിയിട്ട് അപ്പം ഇതിനകത്ത് വെച്ചു. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നമുക്ക് പേടിയില്ലാതെ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ചുണ്ടിൽ തേച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്ന പേടിക്കാനുമില്ല. അതുപോലെ ചുണ്ടിന് നല്ല കളർ കിട്ടുകയും ചെയ്യട്ടോ. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും. അതിനുശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. ഞാനൊരു 1/4 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ പശു നെയ്യും RKG അങ്ങനെ ഏതായാലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് കുറച്ച് വാസ്ലൈനും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാസ്ലൈന് പകരം നിങ്ങൾക്ക് കറ്റാർവാഴൻ്റെ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ മാത്രമായിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.